പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 45-ാം ദിവസം. മലാക്കി പ്രവാചകന്റെ ഗ്രന്ഥം 4-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടന്മാരെ നിങ്ങൾ ചവിട്ടി താഴ്ത്തും. അവർ നിങ്ങളുടെ കാൽ കീഴിൽ ചാരം പോലെ ആയിരിക്കും. എൻ്റെ ദാസനായ മോശയുടെ നിയമങ്ങൾ എല്ലാ ഇസ്രായേൽക്കാർക്കും വേണ്ടി ഹോറബിൽ വെച്ച് ഞാൻ അവന് നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും അനുസ്മരിക്കുവിൻ. കർത്താവിൻ്റെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുൻപ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, ദൈവഭയമുള്ള ഒരു ജനതയാണ് ദൈവത്തിൻ്റെ അവകാശം. അത് രക്ഷാകര ചരിത്രത്തിൽ ദൈവം സംവിധാനം ചെയ്ത ജനതയാണ്. ആ ജനതയെ രൂപപ്പെടുത്താനാണ് ദൈവം തൻ്റെ രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നത് തന്നെ. ദൈവഭയമുള്ളവനും നീതിമാനുമായ അബ്രാമിനെ തിരഞ്ഞെടുക്കുന്നത് മുതൽ ദൈവം തൻ്റെ ഉടമ്പടി സ്ഥാപിക്കുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുന്ന ഒരു ജനതയെ കർത്താവ് പ്രവാചകന്മാരിലൂടെ ഉണർത്തുന്നുണ്ട്. ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് ദൈവഭയമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കുന്നതിന് ദൈവം തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചു. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ ഭവനത്തിൻ്റെ മൂലക്കല്ലായി ഭവിക്കുന്നു എന്ന തിരുവെഴുത്ത് അന്വർത്ഥമാക്കിക്കൊണ്ട് ക്രിസ്തു ദൈവഭയമുള്ള ഒരു ജനതയെ രൂപപ്പെടുത്തുക എന്ന അവതാര ലക്ഷ്യവുമായി ഈ ഭൂമിയിൽ അവിടുന്ന് മനുഷ്യനായി അവതരിച്ചു. ഈ ജനതയെ രൂപപ്പെടുത്തുവാൻ ജനതയുടെ പാപപരിഹാരാർത്ഥം ദൈവപുത്രൻ യാഗദ്രവ്യമായി മാറേണ്ടിയിരിക്കുന്നു. അങ്ങനെ കർത്താവിന് അവകാശപ്പെട്ട ഒരു ജനതയെ വീണ്ടെടുക്കേണ്ടതിന് ഏകജാതൻ ബലിയായി തീരുവാൻ കർത്താവ് തിരുമനസ്സായി. ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ദൈവരാജ്യത്തിലേക്ക് ദൈവത്തിന് അവകാശപ്പെട്ട ജനത പ്രവേശിക്കേണ്ടതിന് ദൈവം തൻ്റെ ഏകജാതൻ്റെ ബലി അർപ്പണം വഴി തൻ്റെ സ്നേഹസാന്ത്വനം നമ്മളിലേക്ക് ഒഴുക്കി. അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചു തന്നു. പരിശുദ്ധാത്മാവ് ദൈവഭയം എന്ന പുണ്യം നമ്മളിൽ നിക്ഷേപിച്ചു. ദൈവത്തെ ഭയപ്പെടുന്ന, അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും പാലിക്കുന്ന ജനതയ്ക്ക് അവകാശപ്പെട്ട ഈ സ്നേഹസാന്ത്വനം അനുഭവിക്കാൻ പ്രവാചകനായ മലാക്കി വഴി ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. ഈ വചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്
ദൈവസ്നേഹത്തിൻ്റെ സാന്ത്വനം അനുഭവിച്ച് അഭിഷേകമുള്ളവരായി തീരാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ കർത്താവേ, അങ്ങയുടെ ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ലോകസ്ഥാപനത്തിന് മുൻപ് എനിക്കായി സജ്ജീകരിച്ചിരിക്കുന്ന അങ്ങയുടെ കൃപയുടെ അവകാശത്തിലേക്ക് എന്നെ സ്വീകരിക്കണമേ. ഞാൻ എന്നും അങ്ങയുടെ സ്നേഹത്തിനും കരുണയ്ക്കും അവകാശിയായി ഭവിക്കുവാൻ ഇടവരുത്തണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.